ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നോമ്പുചാരങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. പിതാവിൻ്റെ ദൗത്യത്തിനു വേണ്ടി ഒരുങ്ങി യേശു തിരഞ്ഞെടുത്തത് നസ്രത്തിലെ ഒരു എളിയ ഭവനമാണ്. തച്ചൻ്റെ മകനായി വളർന്നു വന്ന അവിടുന്ന് ജനിക്കുവാനായി കണ്ടെത്തിയത് ഒരു കാലിത്തൊഴുത്തും മരിക്കുവാനായി ഒരു പാഴ്മര കുരിശുമായിരുന്നു. ആർഭാടത്തിൻ്റെയും ലൗകികതയുടെയും വക്രതയിൽ മുഴുകുന്ന ഈ ജനത്തോട് അവിടുന്ന് പറയുന്നത്, നിങ്ങൾ ലാളിത്യത്തിൻ്റെ മാതൃക പിന്തുടരുവാനാണ്. ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് അഹങ്കരിക്കാതെയും ഇല്ലതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെയും തന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംതൃപ്തിയോടെ സന്തോഷത്തോടെയും ജീവിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കട്ടെ. അല്ലാത്ത പക്ഷം സുവിശേഷത്തിൽ കാണുന്ന പോലെ ധനികനായ ബോക്ഷനെ പോലെ എല്ലാം സ്വരുപുകൂട്ടി വയ്ക്കുകയും ഒടുവിൽ ഒന്നും അനുഭവിക്കാതെ മടങ്ങിപ്പോകേണ്ട അവസ്ഥ നമുക്കുണ്ടാകും. അന്നത്തേക്ക് വേണ്ടി സമ്പാദിക്കുവാനും അധ്വാനത്തോടെ അത് സ്വീകരിക്കുവാനും ഉള്ളതിൽ കവിഞ്ഞത് മറ്റുള്ളവരെ പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.